തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികൾക്കൊപ്പമുള്ള പോലീസിന്റെ ഓണാഘോഷം ഇപ്പോഴത്തെ വലിയ വിവാദമായിരിക്കുകയാണ്. ആലോചിക്കണം, ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നത് അവർക്ക് കിട്ടിയിരുന്നത് കണ്ടീഷൻ ബെയിലാണ്. അതായത് കൃത്യമായ ദിവസങ്ങളിൽ സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം എന്നുള്ളതാണ് അവർക്ക് നൽകിയിരുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് അവർക്ക് നൽകിയ നിർദ്ദേശം അതാണ്, കൃത്യമായി ഒപ്പിടണം. ഒപ്പിടാത്ത പക്ഷം അവരുടെ ജാമ്യം റദ്ദാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയുള്ള പ്രതികൾ ഇന്ന് മ്യൂസിയം സ്റ്റേഷനിൽ പോലീസുകാർക്കൊപ്പം ഓണം ആഘോഷിക്കുകയും അതുപോലെ അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിന്നും ചിത്രങ്ങൾ എടുക്കുകയും ഊഞ്ഞാലടന്ന ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ വലിയ വിവാദമാവുകയും ചെയ്തിരിക്കുകയാണ്. ഇ.ഡി. ആക്രമണ കേസിലെ ഐ.പി.ബിന് ഉൾപ്പെട്ട സംഘമാണ് ഇന്ന് മ്യൂസിയം സ്റ്റേഷനിൽ എത്തുകയും അവർ പോലീസിനൊപ്പം ഓണം ആഘോഷിക്കുകയും ചെയ്തത്. ആലോചിക്കണം, ഐ.പി.ബിന് എന്ന് പറയുന്നത് മുമ്പ് അതേ മ്യൂസിയം സ്റ്റേഷനിൽ ഇരിക്കുന്ന വാർഡിലെ തന്നെ മുൻ കൗൺസിലറായിരുന്നു. ഇതുകൂടാതെ ആ പോലീസുമായി അടുത്ത ബന്ധങ്ങളുമുണ്ട്. എപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പലപ്പോഴും വിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ നിരവധി പ്രതികളുമായും ക്രിമിനലുമായൊക്കെ പോലീസുകാർക്ക് ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഒട്ടനവധി തവണ വന്നിട്ടുള്ളതുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികളടക്കമുള്ളവർ പോലീസ് യൂണിഫോം, അതായത് പോലീസ് ഇന്ന് ഓണത്തിനെടുത്ത അതേ ഡ്രസ് കോഡിലാണ് ഈ പ്രതികളിൽ ചിലർ അടക്കമുള്ളവർ എത്തുന്നത്. അതായത് ഐ.പി.ബിനു അടക്കമുള്ളവർ എത്തുന്നത്. പോലീസിന്റെ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് നീല ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു. അതേ ഡ്രസ് കോഡിലാണ് ഐ.പി.ബിനു അടക്കമുള്ള ക്രിമിനലുകൾ ഇന്ന് സ്റ്റേഷനിൽ വരികയും പോലീസുകാർക്കൊപ്പം ഓണം ആഘോഷിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം. ഇവിടെ ഇ.ഡി. ആക്രമണ കേസിൽ ഏതാണ്ട് 26ഓളം പ്രതികളാണ് 86ഉം 93 ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്. അതിലൊരാളാണ് ഐ.പി.ബിനു അടക്കമുള്ളവർ. ഐ.പി.ബിനുടെ പേരിലെ കേസ് എന്ന് പറയുന്നത് ഇ.ഡിയെ പിന്തുടർന്ന് ആക്രമിക്കുകയും മുട്ടേറുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ക്രിമിനൽ അടക്കമുള്ള സംഘത്തെയാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഓണാഘോഷത്തിൽ പങ്കെടുപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലോചിക്കണം, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് സെക്രട്ടറിയുടെ തൊട്ടടുത്താണ്. അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അടക്കം മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ സംഘങ്ങളുമായുള്ള ഓണാഘോഷമാണ്. അവിടെ എപ്പോഴും എല്ലാ സമയത്തും ഏറ്റവും അധികം വിവാദമാകുന്നത് ക്രിമിനലുകളുമായി പോലീസ് അടുത്ത ബന്ധം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബന്ധം വെച്ചു പുലർത്തുന്നു എന്നുള്ളത് എപ്പോഴും പരക്കെ ഉണ്ടാകുന്ന ആക്ഷേപവും ആരോപണമാണ്. ആ ആരോപണങ്ങൾക്ക് ഏതാണ്ട് അടിവരയിടുന്ന തരത്തിലാണ് ഇന്നിപ്പോഴത്തെ ഐ.പി.ബിനടക്കമുള്ള ഇ.ഡി. ആക്രമണ കേസിലെ പ്രതികൾക്കൊപ്പം പോലീസ് ഓണം ആഘോഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് ആലോചിക്കണം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓണത്തിനോടനുബന്ധിച്ച് പല പോലീസ് സ്റ്റേഷനിലും അതുപോലെ പലയിടങ്ങളിലും ഓണാഘോഷം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓണാഘോഷത്തിലാണ് മ്യൂസിയം സ്റ്റേഷനിലെ പോലീസുകാർ ഉപയോഗിച്ച അതേ ഡ്രസ് കോഡിൽ ക്രിമിനൽ സംഘം എത്തുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ആർക്കാണ് ഈ നിർദ്ദേശം കൊടുത്തത്, അല്ലെ ആരാണ് ഇവർക്ക് ഞങ്ങൾ ഈ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇതേ ഡ്രസ്സ് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് നിർദ്ദേശം കൊടുത്തതെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പോലീസ് എടുത്ത അതേ ഡ്രസ് കോഡ്, അതായത് പോലീസ് ഉപയോഗിച്ച മ്യൂസിയം സ്റ്റേഷനിലെ സ്റ്റേഷനിലെത്തുകയും പോലീസുകാർക്കൊപ്പം അവിടുത്തെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിന്നും ചിത്രങ്ങൾ എടുക്കുകയും പോലീസുകാർ കെട്ടിയ ഊഞ്ഞാലാടുകയും ചെയ്തതിനൊപ്പം മാത്രമല്ല ഇതേ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് സ്വന്തം പ്രൊഫൈലുകളിൽ പ്രചരിപ്പിക്കുക വരെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ഇവർക്ക് അല്ലെങ്കിൽ പോലീസിന് ഇതിനുള്ള അധികാരം കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കേണ്ടത്. രമേശ് ചെന്നിത്തലയാണ് പോലീസിന്റെ മന്ത്രി, അതായത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടങ്ങുന്ന സംഘം ഇരിക്കുന്നതിന്റെ തൊട്ട് അടുത്താണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത്. അവിടെയാണ് ഇന്ന് ക്രിമിനൽ സംഘം അടക്കമുള്ളവരും പോലീസും ചേർന്ന് ഓണം ആഘോഷിച്ചിരിക്കുന്നത്, ഊഞ്ഞാലാടിയിരിക്കുന്നത്. ഒപ്പം അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിന്നും ചിത്രങ്ങൾ എടുത്തിരിക്കുകയും ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ യാതൊരു ഭയവുമില്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്.
ആലോചിക്കണം. ഇപ്പൊ എപ്പോഴും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ CPM അനുകൂല നിലപാടെടുക്കുന്ന പോലീസുകാരുള്ള സ്ഥലമാണെന്നുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളും എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതേതാണ്ട് അടിവരയിടുന്ന അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് CPM നേതാക്കളും അതുപോലെ CPM പ്രവർത്തകരടക്കമുള്ള ED കേസിലെ പ്രതികൾ ഇന്ന് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുന്നതിനൊപ്പം തന്നെ ഓണം ആഘോഷിക്കാൻ പോലീസുകാർക്കൊപ്പം കൂടുകയും പോലീസുകാരെടുത്ത അതേ ഡ്രസ് കോഡിൽ എത്തുകയും പോലീസുകാരുടെ അത്തത്തിനും ഊഞ്ഞാലിനും മുന്നിൽ നിന്നും ചിത്രങ്ങൾ എടുക്കുകയും ഊഞ്ഞാലാടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസമായ കാര്യം. ഇതിന് മറുപടി പറയേണ്ടത് ആരാണെന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വമെന്നും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്.